പേര് കണിമംഗലം ഗോകുലകം എന്ന് പറഞ്ഞാൽ പേരല്ലേ? അത് ആ പേര് കേൾക്കുമ്പോ ആദ്യം തോന്നണ എന്താ? ലാലേട്ടൻ. കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. ഒരു ഗുമ്മുണ്ട്. അതെ, തലതൊട്ടപ്പനോ എന്താ അറിയില്ല അങ്ങനെ. തലതൊട്ടപ്പൻ എന്ന് പറഞ്ഞ പോലെ തലതൊട്ടപ്പൻ. അതെ, ഈ ബാക്കിലിരിക്കുന്ന പോസ്റ്ററില് എന്താണ് മാസ്ക്? അത് ചുമ്മാ വെറുതെ ഒരു കൈ പിടിച്ചിട്ട് സിനിമയുടെ ബന്ധമൊന്നുമില്ലേ? സിനിമയായിട്ട് ബന്ധമുണ്ട്. അത് സിനിമ മനസ്സിലാവും. മനസ്സിലാവും. കൊറേ തവണ എടുക്കേണ്ടി വന്ന എന്തെങ്കിലും സീൻ ഉണ്ടായിരുന്നു? നല്ല ചോദ്യം. ഇന്ത്യയൊക്കെ കുറെ തവണ പോയിട്ടുണ്ടല്ല, മിക്കവാറും തുടക്കം തൊട്ടേ പോയിട്ടുണ്ട്. ഭയങ്കര അടിക്കുന്ന സമയത്ത് തൊഴിലുറപ്പിന് ചേച്ചിമാരൊക്കെ നീ എന്തിനാ കൊച്ചിനടിച്ചതെന്നൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ഒരുപാട് തക്സ് ഒക്കെ പറയാറുണ്ടോ? അങ്ങനെയല്ല, ഞാനൊരു തഗ്ഗിടുന്ന 1 മണിക്കൂർ ആലോചിച്ചിട്ട് ദേഷ്യപ്പെടുന്ന ഒരു സീനാന്ന് വിചാരിച്ചു. നമ്മൾ തമ്മി കോമഡിക്കായിട്ട് ഇങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടിരിക്കും, ആശൻ സൈഡിൽ ഇങ്ങനെ ദേഷിച്ചൊക്കെ ഇരിക്കും. അമ്മയ്ക്കൊരു വലിയ ഫാൻ ബേസ് ഉണ്ട്. പിന്നെ എന്തുവാ അച്ഛനെ കിണറ്റിനെ നിർത്തിയിട്ട് സിഗരറ്റ് വലിപ്പിക്കുന്ന സീൻ ഉണ്ടായിരുന്നു. അച്ഛനെ കിണറ്റിലിറക്കില്ലേ? കിണറ്റിനകത്തല്ല വേണം എവിടെ പോയെന്ന് ഞാൻ പറയുന്നോട്ട് അഭിനയിച്ചു തരും. അങ്ങനെ അമ്മ റെസ്പെക്ട് ചെയ്തിരിക്കും. അമ്മ 1 കമന്റ് ഒക്കെ ഇടും, പോടാന്ന് വിളിച്ച് തിരിച്ച് പോടിയെന്ന് വിളിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ റെസ്പെക്ട് ചെയ്തേക്കും. അമ്മ ഇടയ്ക്ക് ബ്ലോക്ക് ചെയ്യും. ഒരുപാട് കോമ്പറ്റീഷൻ കൂടി. അതായത് ഓരോ ആൾക്കാരിൽ നിന്നാണ് നമ്മൾ ഇപ്പോഴും പഠിക്കേണ്ടത്. കാരണം ഞാനത് കണ്ടു പഠിച്ചിട്ട് പിടിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ ഔട്ട്ഡേറ്റഡ് ആവും. നമുക്ക് എന്ത് ഒരു കോൺഫിഡന്റ് തോന്നുന്നു, അത് ഇട്ട് ട്രൈ ചെയ്ത് നോക്കണം. മോട്ടിവേഷൻ. പക്ഷേ ഇനി പറ്റില്ല. നമസ്കാരം. ഇന്ന് ഫിൽമി ബീറ്റിനൊപ്പം ഉള്ളത് കണിമംഗലം കോവിലകത്തെ കാസ്റ്റ് ആണ്. റാഫി, അജ്മൽ ആൻഡ് അഭിജിത്ത്. വെൽക്കം ഗൈസ്. ഹലോ, ഹായ്. അപ്പോൾ കണിമംഗലം കോവിലകം എന്ന് പറയുന്നത് ഒരു വെബ് സീരീസ് ആയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അതൊരു സിനിമയാവുകയാണ്. അപ്പോൾ ഫസ്റ്റ് വെബ് സീരീസിലുണ്ടായിരുന്ന റാഫി ഒന്ന് എന്താണ് കണിമംഗലം കോവിലകം എന്നൊന്ന് പറഞ്ഞുതരാം. കണിമംഗലം കോവിലകം ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോളേജ് ഹോസ്റ്റൽ പരിപാടിയായിരുന്നു. അതൊരു സീരിയസ് ആയിട്ട് കൊറോണ സമയത്ത് ഇറക്കിയ പരിപാടിയാണ്. അത് അവിടെ ഹോസ്റ്റലിൽ നടക്കുന്ന പരിപാടികളും അവരുടേതായിട്ടുള്ള കുറച്ച് ഫൺ എലമെൻസും പിന്നെ കുറച്ച് എന്താ പറയുക, അത് ഡയറക്ടറുടെ ജീവിതത്തിൽ നടന്ന കുറേ കാര്യങ്ങളും അങ്ങനത്തെ എടുത്തൊരു പരിപാടിയാണ് സീരീസ്. അത് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരെല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ഏറ്റെടുത്തു. അതിനുശേഷം അതൊരു സിനിമയാക്കി. ഭയങ്കര ഹാപ്പിയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു സീരീസ് സിനിമയാവുന്ന. പക്ഷെ ആ കഥയല്ല, ഇത് തികച്ചും വ്യത്യസ്തമായിട്ട് കുറച്ച് മറ്റെന്താ ത്രില്ലർ പരിപാടിയും കുറച്ച് ഹൊറർ പരിപാടിയും ഫണ്ണും എലമെൻസും ഒക്കെ ചേർന്നിട്ടുള്ളൊരു മിക്സഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണിത്. അപ്പൊ അജ്മലും അബി എങ്ങനെയാണ് എത്തിച്ചേർന്നത് ഇതിലേക്ക്? സത്യം പറഞ്ഞാൽ ആദ്യം ഇവനാണ് എന്നെ ഫോൺ വിളിച്ചത്. അതിനുശേഷം ഇവനിങ്ങനെ പറഞ്ഞു ഒരു പരിപാടി ഉണ്ട് അജുക്ക, ഇത് മൂവി ആക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രാജശേട്ടൻ എന്നെ വിളിച്ചു, നമ്മുടെ ഡയറക്ടർ. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോണ്ട് ഞാനപ്പോൾ മനസ്സിൽ വിചാരിച്ച് ഇത് ആരോടും പറയണ്ട, ഇനി കിട്ടുകയാണെങ്കിൽ അവർ വിളിക്കട്ടെ എന്ന് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്നെ ഫോൺ വിളിച്ച്. ആളാണെങ്കിൽ എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ അവനെന്നെ വിളിച്ച് ചോദിച്ച് പടത്തിൽ കിട്ടിയില്ലേ? അല്ല, ഇവനെങ്ങനെ പറഞ്ഞു. നോക്കുമ്പോണ്ട് അവൻ്റെ തന്നെ പടമാണ്. അങ്ങനെ വിളിച്ച് കിട്ടിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ ഇവരുടെ ഒരുപാട് വർഷങ്ങളിലുള്ള ഡ്രീമാണ് നമുക്ക് രണ്ടാൾക്കും അതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത്. എന്നെ അഖിലൻ രാജേഷേട്ടനോട് സജസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ രാജേഷേട്ടൻ വിളിച്ചങ്ങനെ ഇഷ്ടപ്പെട്ട് ചേട്ടൻ അങ്ങനെയായിരുന്നു വിളിച്ചത്. എന്തോ ഭാഗ്യമായിരുന്നു. പിന്നെ അടിപൊളിയായിരുന്നു സെറ്റും. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സെറ്റ്? കാരണം ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ പ്രശസ്തരായ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ഇനി അഥവാ നിങ്ങൾക്ക് നേരിട്ട് അറിയില്ലെങ്കിൽ പോലും അവരുടെ കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ കൂടെ സെറ്റിൽ എല്ലാവരും കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചെറുതൊന്നും വലുതൊന്നും ഒരു സംഭവം ഇല്ലായിരുന്നു അവിടെ. എല്ലാവരും ഒരു മ്യൂച്വലി ഒരു കുടുംബം പോലെ ഇതെങ്ങനെയും നല്ല രീതി ചെയ്യണം. പിന്നെ ഒരു നമ്മളൊരു തലതൊട്ടപ്പനോ എന്താ അറിയില്ല, അങ്ങനെ ആളെന്നുള്ളൊരു ഡയറക്ടർ രാജശേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളി മെൻറ്റർ ചെയ്യുന്നു, നമ്മളതനുസരിച്ച് പെർഫോം ചെയ്യുന്നു. നല്ല ഹാപ്പിയായിരുന്നു. എല്ലാവരും നല്ല പാവം പിടിച്ച പിള്ളേരല്ലേ, അടിപൊളിയല്ലേ. നമുക്കൊരു ഹോസ്റ്റലായിരുന്നു കുറേ സംഭവത്തിൽ ഷൂട്ടൊക്കെ. അപ്പോൾ കുറേ ആൾക്കാരായിട്ട് നമ്മളവിടെ ഒരു ഫൺ, ശരിക്കും ഒരു ഹോസ്റ്റൽ ലൈഫ് പോലെ തന്നെയായിരുന്നു. അങ്ങനെ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ബാക്കിയുള്ള പിള്ളേരുകളൊക്കെ പോകുമ്പോൾ നമുക്ക് തന്നെ മിസ് ചെയ്ത് തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ തലതൊട്ടപ്പൻ എന്ന് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ തലതൊട്ടപ്പൻ ആള് ഡയറക്ടറിനെയാണ് പറഞ്ഞത്. അത് കുഴപ്പമില്ല. എന്നാലും ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ ടേം അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ ഇത്ര വലിയൊരു ബിഗ് മാർക്കറ്റ് ആവുന്നതിന് മുന്നേ ഒരു സെറ്റ് ചെയ്ത ആളാണ്, ലെവൽ സെറ്റ് ചെയ്ത ആളാണ് അജ്മൽ. അന്ന് എത്ര പേര് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടാവും. അന്ന് ഇൻഫ്ലുവൻസ് ടേമില്ല, ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടാവും. സ്റ്റിൽ എങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് ട്രെൻഡിനനുസരിച്ച് വന്നു? അത് സംഭവം എന്ന് വെച്ചാൽ ഇത് ലൈഫിൻ്റെ എൻ്റെ ഒരു ഭാഗമാണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഇതല്ലാണ്ട് വേറൊരു സംഭവം ഇല്ല, ഇതാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്.
അപ്പോൾ ഇനി ട്രെൻഡ് എന്താണെന്ന് ഞാൻ തന്നെ തേടി പിടിച്ച് അതിനനുസരിച്ച് പോയില്ലെങ്കിൽ ഞാൻ ഔട്ട്ഡേറ്റഡ് ആവും. അപ്പോൾ ഞാൻ ആ പരിപാടി പിടിച്ചു പോയത് അത്രേ ഉള്ളൂ. ഒരുപാട് കണ്ടന്റ്സ് അഭി ചെയ്യുന്നുണ്ടല്ലോ, അമ്മയുടെ ഫാമിലിയോടൊപ്പം ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അന്ന് സിനിമ മോഹം വെച്ചിട്ട് തന്നെയാണോ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നത്? അങ്ങനെ അതെ, ഞാൻ ഇത് റീൽസ് ചെയ്ത് തുടങ്ങിയപ്പോഴേ ഒരു ഇതുണ്ടായിരുന്നു. കുറച്ച് നാൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറണം, അത് ഉണ്ടായിരുന്നു മൈൻഡിൽ എപ്പോഴും. അത് വെച്ചിട്ടുണ്ട്. ഇപ്പം അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒന്നെങ്കിൽ സ്ക്രിപ്റ്റ് നമ്മളിപ്പം ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അത് നന്നായിട്ട് ഒന്നുകൂടെ അതിനകത്ത് വർക്ക് ചെയ്തിട്ട് ഈ കോംബോ എന്നുവെച്ചാൽ മീൻസ് അമ്മ മോൻ ആ ഒരു ഇതിൽ എന്തെങ്കിലും ചെയ്യണം, അതുണ്ടായിരുന്നു. അത് മൈൻഡിൽ നന്നായി അത് ഉണ്ടായിരുന്നു. പക്ഷെ അത് അപ്പൊ ഇതിൽ അഭിനയിച്ചപ്പോ എങ്ങനെയാണ് തോന്നിയത്? സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി? പിന്നെ ഇതിൽ അഭിനയിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ റാഫിക്കായാലും രാജേട്ടനായാലും ഞാൻ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനല്ല ഇവിടെ അപ്പൊ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആദ്യമായിട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ അതിന്റെ തെറ്റൊക്കെ പറ്റിയാലും പ്രശ്നങ്ങളൊന്നും ഇല്ല, പറഞ്ഞു തരും നന്നായിട്ട്. റാഫി പറഞ്ഞു തരാറുണ്ടോ? റാഫി സീനിയർ ആണല്ലോ സിനിമ. അതിന്റെ അങ്ങനെ സീനിയർ ജൂനിയർ അങ്ങനെ ഒന്നും ഇല്ല. പുള്ളി ഉപദേശം ഒന്നും അല്ല, കൊടുക്കാറില്ല? അവര് പറഞ്ഞു അതെ പറഞ്ഞു തരാറുണ്ട്. രാജേഷേട്ടൻ ഇപ്പൊ നമ്മളടുത്ത് സീൻ പറഞ്ഞു തന്നിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവനെ മാറ്റി നിർത്തിയിട്ട് ഒന്ന് കാണിച്ചു തരും, ഇതാണ് എന്റെ ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എന്റെ സീന് കാണിപ്പിച്ചിരും, ഇവന്റെ സീനും കാണിപ്പിച്ചിരും. അപ്പൊ അവനെ എക്സ്പ്രഷൻ ഇട്ട് കാണിച്ചു തരും. അപ്പൊ നമുക്ക് മനസ്സിലാവാം, കാരണം നമ്മൾ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് ചെയ്യുന്നത്. അപ്പോഴും നമുക്ക് മനസ്സിലാവണം, ഓക്കെ ഇവിടെ ഇങ്ങനെ ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് ആ എക്സ്പീരിയൻസ് ഉണ്ട്. പുള്ളിക്ക് എന്താണ് ഉദ്ദേശിക്കണമെന്ന് പെട്ടെന്ന് കത്തും. അപ്പോൾ അത് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. ഇവരത് കറക്റ്റായിട്ട് പിടിച്ച് ട്രാക്ക് കിട്ടി, നല്ല സിങ്കായി, അത്യാവശ്യം നല്ല രീതിയിൽ പരിപാടി വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതെ, സെറ്റിൽ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. ഏറ്റവും ഫണ്ണി പേഴ്സൺ ആയിരുന്നു? എല്ലാവരും വന്നല്ലേ? എല്ലാവരും ഓരോന്ന് വെച്ചിട്ട് ഓരോ കോമഡികൾ എല്ലാവരും ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ മൊബൈലിൽ കാണുന്ന എല്ലാം അത്യാവശ്യം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അവർ വന്നല്ലോ. എല്ലാവരും കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി. പിന്നെ അവരുടേതായ കോമഡി പരിപാടികൾ അവർ ഇട്ടു, അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റി. പുതിയ പുതിയ ട്രെൻഡുകൾ പഠിക്കാൻ പറ്റി. അതൊക്കെ അല്ല, ഈ ബാക്കിലിരിക്കുന്ന പോസ്റ്ററില് എന്താണ് മാസ്ക്? കണിമംഗലം കോവിലകത്തിന്റെ അത് ചുമ്മാ വെറുതെ ഒരു കൈ പിടിച്ചിട്ട് സിനിമയുടെ ബന്ധമൊന്നുമില്ലേ? സിനിമയായിട്ട് ബന്ധമില്ല, സിനിമകൾ മനസ്സിലാവും. അങ്ങനെ പറയണം. മാസ്ക് വെക്കുന്നുണ്ട്, മാസ്ക് ഊരുന്നുണ്ട്. സിനിമ കാണുമ്പോൾ ഓക്കെ ആവും. ഒരുപാട് വർഷമായിട്ട് കോണ്ടന്റ് ചെയ്യുന്നവരാണ്. പണ്ട് ചെയ്ത കാര്യങ്ങളില് ഇന്നത്തെ കാലം വെച്ച് നോക്കുമ്പോ ക്രിഞ്ചി ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും ഒരിക്കലും ഇല്ലെന്ന സംഭവം ക്രിഞ്ചായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം ആ ക്രിഞ്ചാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ചത്. അപ്പൊ ക്രിഞ്ചായിട്ടൊന്നും തോന്നില്ല. അങ്ങനെ തോന്നേണ്ട കാര്യമില്ലല്ലോ. പണ്ടത്തെ നമ്മൾ ചെയ്ത കണ്ടന്റുകൾ ഇപ്പോഴും കിടന്ന് പുതിയ ആൾക്കാർ ചെയ്യുന്നുണ്ട്, അത് ഉറപ്പാണ്. ഞാൻ പലതും കണ്ടിട്ടുണ്ട്. പക്ഷെ അത് വേറെ രീതിയിലായിരിക്കും. ചിലപ്പോൾ ക്യാമറപരമായിട്ട് ഭയങ്കര ഡെവലപ്പായിരിക്കും, എഡിറ്റിങ് ഭയങ്കര സെറ്റപ്പായിരിക്കും. പിന്നെ അല്ലെങ്കിൽ അവരുടെ ആക്ടിങ് വൈസ് ഭയങ്കര പ്രിപ്പയർ ആയിട്ടുള്ള സാധനം പ്രിപ്പയർ ആയിട്ട് ചെയ്യുന്ന കണക്ക് നമുക്കറിയാൻ പറ്റും. പിന്നെ അവർ ചെയ്യുന്ന വ്യത്യസ്തമായിട്ട് അവരിൽ നിന്ന് കുറേ പഠിക്കാൻ പറ്റും. നമ്മൾ ചെയ്ത് ഇനിയും മെച്ചമാക്കായിരുന്നു എന്നുള്ള സാധനം ഇപ്പോൾ കാണുന്ന വീഡിയോ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഫിലിമിൽ ഏറ്റവും കൂടുതൽ ഷോർട്സ് ബുദ്ധിമുട്ടായി കുറേ തവണ എടുക്കേണ്ടി വന്ന എന്തെങ്കിലും സീൻ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ഇമോഷൻ പോർട്രേറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും? അതെ, എന്റെയൊക്കെ കുറെ തവണ പോയിട്ടുണ്ടല്ല, മിക്കവാറും എല്ലാം തുടക്കം തൊട്ടേ പോയിട്ടുണ്ട്. തുടക്കം തൊട്ട് ആദ്യത്തെ ഇൻട്രോ ഇങ്ങനെ അത് തൊട്ടേ സെറ്റ് ആവുന്നില്ല. അത് തന്നെ കട്ട് കാരണം സംബന്ധിച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് മൂവി ഇങ്ങനത്തെ സംഭവങ്ങൾ, ഇത് എന്താ സംഭവം എന്നൊന്നും മനസ്സിലായി വരുമ്പോ കുറച്ച് സമയം എടുത്ത്. ബട്ട് അതിനൊക്കെ രാജേഷേട്ടനും റാഫിയും നമ്മുടെ ക്യാമറമാനും അവിടുത്തെ എല്ലാ ക്രൂവും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അവര് ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുമ്പോൾ ഞാൻ തെറ്റുമ്പോൾ ഞാൻ പോയി ക്യാമറ ഡീപിച്ചിട്ടുണ്ട്, ചേട്ടാ സോറി ചേട്ടാ ശരിയാക്കി അടുത്താണ്. കാരണം അവര് നമുക്ക് ഭയങ്കര അവര് പിടിച്ചോണ്ടിരിക്കില്ല. അപ്പം അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ അവരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി, ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ അതൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. ആദ്യം നമ്മള് വീട്ടിൽ ചെയ്യുമ്പോൾ ഫോൺ എടുത്ത് നമ്മളെന്നല്ലേ പിടിക്കുന്നത്. ഇത് ഭയങ്കര ക്രൂ ഒക്കെ വരുമ്പോൾ നമ്മൾ അവരെയും കൂടെ ശ്രദ്ധിക്കുന്നത്. ഇവര് ലൈറ്റ് ചെയ്യുന്നവരെല്ലാവരും കഷ്ടപ്പെടുവാണല്ലോ ചെറിയൊരു ഇതെടുക്കാൻ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഫാൻ ഫോളോയിങ്സ് ഉണ്ട്, ഒരു നന്നായിട്ട് ഉള്ള ഫാൻ ഫോളോയിങ്സ് ഉണ്ടല്ലോ. അപ്പം എന്തെങ്കിലും ഒരു ഫണ്ണി ഫാൻ ഇൻസിഡന്റ് ഉണ്ടോ? ഇങ്ങനെ വഴിയിൽ വെച്ച് കണ്ടിട്ട് അജ്മൽ അല്ലേ അല്ലെങ്കിൽ അബി അല്ലേ ഇന്നതല്ലേ ഇന്നത് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്വേർഡ് ആയിട്ട് തോന്നുന്നത്? ചക്കപ്പഴി ചെയ്യുന്ന സമയത്തൊക്കെ കുറെ കണ്ടിട്ടുണ്ട്. മറ്റേ പൈങ്കിളി അടിക്കുന്ന സമയത്ത് മറ്റേ നമ്മുടെ തൊഴിലുറപ്പിന് ചേച്ചിമാരൊക്കെ നീ എന്തിനാ കൊച്ചിനടിച്ചതെന്നൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അവര് അങ്ങനെ ഒരു കുടുംബത്തിലെ ആളെ പോലെ കണ്ട് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷം. നമ്മളെ ഒരു 10 പേര് അറിയുക, നമ്മളൊരു വലിയൊരു സിനിമയുടെ ഭാഗമാവുക, നമ്മൾ അറിയപ്പെടുന്നൊരു നടനാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഈ ട്രാക്കിലോട്ട് വന്ന ശേഷം നമ്മളിപ്പോൾ ആൾക്കാരെ കാണുമ്പോഴാലും നമുക്ക് സന്തോഷമാണ്. നമ്മളെ തിരിച്ചറിയുന്നുണ്ടല്ലോ, നമ്മൾ അറിയുന്നുണ്ടല്ലോ. 10 പേര് ഇരിക്കുന്നിടത്ത് ഇപ്പോൾ 10 ജില്ലയിൽ പോയി കഴിഞ്ഞാലും വണ്ടിക്കൂലി ഇല്ലാതെ എവിടെ നിന്നും
ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല, ആരെങ്കിലും തന്ന് സഹായിച്ച് വീട്ടിൽ വിടും. അത് അത് ഇതിൽ നിന്ന് കിട്ടിയൊരു ഭയങ്കര കാര്യമല്ലേ, കാരണം സഹായിക്കും. എന്താ മോനെ എന്ത് പറ്റിയെന്ന് ആരും ചോദിക്കും, ചേട്ടൻ ഒരു വണ്ടി കുളിക്കുമ്പോൾ പൈസ ഇല്ല, ഞാൻ അത് തരുമായിരിക്കും. നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. എന്താ അല്ല അത് ഇങ്ങനെ പോകുമ്പോ കണ്ടതാ. അല്ല പറഞ്ഞോ. ഒരു കാറിലൊരു ചേട്ടൻ ഞങ്ങളിങ്ങനെ വണ്ടിയില്ലാതെ നിൽക്കുന്ന സമയത്ത് അല്ല ഷൂട്ട് നേരത്തെ നമ്മുടെ രണ്ടുപേരും മാത്രം, ബാക്കി ആരെയും കഴിഞ്ഞിട്ടില്ല. അപ്പോ നമ്മളൊക്കെ ഉണ്ടാക്കാൻ ആൾക്കാരും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെ നമ്മുടെ ഹോട്ടലിന്റെ ഒരു എത്ര മീറ്റർ, ഒരു 2 കിലോമീറ്റർ ബാക്കില് പക്ഷെ നമ്മളിങ്ങനെ നടക്കണിട്ട് ആ ചേട്ടൻ തന്നെ നമ്മളെ നിങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടാക്കി, ഇവന്റെ നാട്ടിലെ ഷൂട്ട് നടന്നൊക്കെ കൊണ്ടാക്കി കൊണ്ടാക്കി തന്നു. ചോറ് എന്തോ കഴിക്കണം, ചോറ് പാർസൽ വീട്ടിലേക്ക് കൊണ്ടാക്കിയായിരുന്നു. അതൊക്കെ നമുക്ക് കഴിച്ചിട്ട് പോയിക്കോളൂ. അഭി ചെയ്യുന്ന വീഡിയോസിനെല്ലാം എഴുതുന്നതും കോണ്ടന്റ് എഴുതുന്നതൊക്കെ അഭിയാണ്. അപ്പം ഒരുപാട് തക്സ് ഒക്കെ പറയാറുണ്ടോ? സ്പോട്ട് അങ്ങനെയല്ല, ഞാനൊരു തഗ് ഇടുന്ന 1 മണിക്കൂർ ആലോചിച്ചിട്ട്. പക്ഷെ സ്പോണ്ടേനിയസ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അവൻ. അത് സിനിമയെ കാണുമ്പോൾ മനസ്സിലാവും. സിനിമയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവനാലാവുന്നത് അവൻ വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് നമുക്ക് കണ്ടപ്പോൾ അറിയുന്നത്. ഇനി പ്രേക്ഷകർ എന്താന്ന് പറയാൻ അറിയില്ല. പക്ഷെ അവര് ഒരു തുടക്കക്കാരൻ രീതിയിൽ അവന്റെ മാക്സിമം എഫേർട്ട് എടുത്തു, മാക്സിമം സ്ട്രഗിൾ ചെയ്തു, അതിനെപ്പറ്റി പഠിച്ചു. ഇപ്പൊ ഒരു ഇമോഷൻ കൊടുക്കുവാണെങ്കിൽ അവനൊന്ന് മാറി നിന്നിട്ട് കുറച്ചു നേരം അനങ്ങാതൊക്കെ മാറിയൊക്കെ ഇരിക്കും. ദേഷ്യപ്പെടുന്ന ഒരു സീനാന്ന് വിചാരിച്ചോളാം. നമ്മൾ തമ്മിൽ കോമഡിക്ക് ആയിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടിരിക്കും, ആശൻ സൈഡിൽ ഇങ്ങനെ ദേഷിച്ചൊക്കെ ഇരിക്കും. നമ്മള് അപ്പൊ ഞാനിങ്ങനെ ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് എന്തോ എനിക്ക് ഓർമ്മയുള്ള ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് എന്തായിരിക്കും, ഞാൻ ഞങ്ങൾ 3 പേര് ഒരു റൂമിലാണ് കിടക്കണേ ഉച്ചക്ക്. അപ്പൊ ഈ കട്ടിലുണ്ട്, 2 കട്ടിലുണ്ട്. അപ്പൊ ഒരു കട്ടിൽ അജുക്ക് ഇങ്ങനെ കിടക്കും, ഒരു കട്ടിൽ ഞാൻ കിടക്കുന്നു. അപ്പൊ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ അജുക്ക് കിടക്കുന്ന ഒരു സൈഡിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കുക, ദേഷ്യപ്പെട്ടിരിക്കണ ഇങ്ങനെ. ഞാനിങ്ങനെ നോക്കിയപ്പോ എന്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, പുള്ളിയെ വിളിച്ച് കാണിച്ചു കൊടുത്തു. ചോദിച്ചപ്പോഴാ പറഞ്ഞ ഈ സീനിന് ഞാൻ നിൽക്കുക, അങ്ങനെ എനിക്ക് അങ്ങനെ നിന്നാലേ നടക്കും. ഇതിപ്പോ ഇത് ആവശ്യം കൂടി അങ്ങ് കയറിയതാ. അല്ല ആദ്യമേ മറ്റേ ഇത് ആക്ഷൻ ഫസ്റ്റ് ടേക്കിനകത്ത് എന്റെ സീനുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പോയി ഒരു 10 പുഷപ്പും ഒരു 5 തവണ ചിന്നിങ് ഒക്കെ ചെയ്ത് അതായിട്ട് നിൽക്കുമായിരുന്നു. അവിടെ പോയി ആക്ട് ചെയ്യാൻ. പിന്നെ എനിക്ക് വയ്യ. വേറെ എന്തെങ്കിലുമൊക്കെ വന്ന് പറയുമോ? അപ്പൊ എന്താ അല്ല ഞാൻ ക്യാരക്ടർ പിടിച്ച. അതെ, ആദ്യമേ മറ്റേ ഡയറ്റ് ആയിരുന്നു അവിടെ ചെന്നപ്പോ. ബിസ്ക്കറ്റ് ഒന്നും കഴിക്കില്ല, പിന്നെ ബാഗ് മൊത്തം ബിസ്ക്കറ്റാ. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതൊരു ടീമായിരുന്നു. ഈ ടീമിനകത്ത് പുതിയ കുറച്ച് ആൾക്കാർ വന്നു. അപ്പോൾ ഇപ്പം അതിനകത്ത് സത്യം പറഞ്ഞാൽ ആദ്യം തുടക്ക സമയത്ത് രാജേഷേട്ടനെ, അജയ് ഫ്രാൻസിസ് ജോർജിൻ്റെ ഉണ്ണിയാണ് എൻ്റെ ക്യാമറമാൻ, ടോണി ജോസ്കോ എൻ്റെ പ്രൊഡ്യൂസർ, പിന്നെ മുടിയൻ ധനിൽ, പിന്നെ സുന്ദർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അങ്ങനെ 5-6 പേരൊന്നും ഒരു സീരിയസ് ആണ്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് വന്നു പോയിട്ടുണ്ട്. അപ്പം അതിനകത്തൊരു ഒരു ബോസ് എന്നുള്ള കഥാപാത്രമുണ്ട്. ആ ഒരു കഥാപാത്രത്തെ പുള്ളിക്കാരൻ എനിക്ക് സിനിമയിലോട്ട് തന്നു. പിന്നെ അതിനുശേഷം കുറച്ച് ആൾക്കാർ വന്ന് ഇതിനകത്ത് ജോയിൻ ആയി. അതൊരു പിന്നെ വലിയൊരു ഫാമിലിയായി. അത് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയിട്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം എന്തുകൊണ്ടാ ഇതിനെ സീരീസിനെ സിനിമ ആക്കണം? അതേ സെയിം പേരിലത്തൊക്കെ തന്നെ സിനിമ ആക്കണം. പേര് കണിമംഗലം ഗോകുലകം എന്ന് പറഞ്ഞ പേരല്ലേ അല്ലേ? ഇതൊരു പേരാണ്. പേരല്ലേ? കണിമംഗലം ഗോകുലം. എനിക്ക് കണിമംഗലം മറ്റേ തറവാട്. അതെ, നമ്മുടെ ഈ മെൻസ് ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ അത് ഞങ്ങളെ ആണുങ്ങളെ സംബന്ധിച്ചും ലേഡീസ് ഹോസ്റ്റൽ നിങ്ങളെ സംബന്ധിച്ചും ഒരു തറവാണല്ലോ. നമ്മൾ വീടിനെക്കാട്ടി കൂടുതൽ ഹോസ്റ്റലിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇറങ്ങി വല്ലയിടത്തും പോകും, പക്ഷെ ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ ആയിരിക്കും. അതൊരു തറവാട് കണിമംഗലം ഗോകുലകം. അതുകൊണ്ടാണ് ആ പേരും ക്യാരി. അങ്ങനെയല്ല, അത് അതിനൊരു ആ പേര് കേൾക്കുമ്പോൾ ആദ്യം ഒരു ലാലേട്ടൻ. കണിമംഗലം ഗോകുലം ലാലേട്ടനല്ലേ ഒരു ഗുമ്പുണ്ടല്ലോ. അതെ, ആ ഒരു ഗുമ്മ സിനിമയ്ക്ക് ഉണ്ടാവും. ഉറപ്പായിട്ടും ഉണ്ടാവട്ടെ. നിങ്ങൾ കാണണം. അതല്ലേ അജ്മൽ എന്ത് ഇത്ര സിനിമയില് വരാൻ ലേറ്റായി? പിന്നെ സംഭവം അഭിനയിക്കാനുള്ള കോൺഫിഡൻസ് എന്നിൽ ഉണ്ടായിരുന്നില്ല. ഈ ക്യാമറയുടെ ഫ്രണ്ടില് ഒരുപാട് വരുന്ന ഒരാളാണ് റാംബോ. അല്ല, ആ സംഭവത്തിലൊക്കെ നമ്മൾ കുറച്ച് നമ്മുടെ ആൾക്കാരും പിന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും കോൺഫിഡൻസ്. സിനിമ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഒരുപാട് ഇമോഷൻസും സംഭവങ്ങളൊക്കെ ഇടണം. അത് റിയൽ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. ബട്ട് ഇത് ക്യാമറയുടെ മുമ്പിൽ എങ്ങനെയാണ് ഇത് പ്രസന്റ് ചെയ്യേണ്ടത് അങ്ങനെ ഇങ്ങനെയൊന്നും അറിയില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് കിട്ടിയ, അല്ലെങ്കിൽ ഒരുപാട് ഒരു ഗ്രേറ്റ്ഫുൾ ആണ് ഞാനിപ്പോൾ ഈ പടത്തിന്. കാരണം ത്രൂ ഔട്ട് ഉണ്ട് അതിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഒരു മൂവിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ മനസ്സിലായി. അപ്പം ഇനി ഞാൻ കുറച്ച് എഫേർട്ട് എടുത്ത് എന്നെ ഒന്ന് ഇമ്പ്രൂവ് ആക്കി കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു പോകാൻ പറ്റും എന്നുള്ള ഒരു സാധനം ഞാൻ വർക്ക് ചെയ്താൽ നടക്കൂ. പണ്ട് എന്ന് വെച്ചാൽ കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ട് പോയില്ല. അതായത് ഓൺ സ്റ്റേജിൽ നിൽക്കുന്നത് വലിയ കോൺഫിഡൻസ് വേണ്ട കാര്യങ്ങളാണല്ലോ.
മോഡലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം അത് എങ്ങനെയാണ്? മോഡലിംഗ് ചെയ്ത് ഒരു റിയാലിറ്റി വെച്ചാൽ ഞാൻ ഇതുവരെ റാമ്പ് വാക്ക് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പണ്ട് മുതൽ. ഞാൻ ഫോട്ടോസ് ഇട്ട് അങ്ങനെ ഫേമസ് ആയത്. പിന്നെ ഫോട്ടോസ് ഇട്ട് പണ്ട് ഫോട്ടോ എടുക്കുന്ന ഒരു ക്യാമറ വന്നു ഞാൻ ഓടും, ഞാൻ ഫോട്ടോ എടുക്കാൻ നിൽക്കില്ല. പിന്നെ ഇത് ലൈഫിന്റെ ഒരു ഭാഗമായപ്പോൾ ഇനിയിപ്പോൾ ഏത് സൈഡിൽ നിന്ന് ഫോട്ടോ വന്നാലും ഞാൻ അവിടെ ഇവിടെ ഒക്കെ ചിരിച്ചു തോന്നും. അങ്ങനെ പിന്നെ അതെ, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ലോ മോഷനിൽ വീഡിയോസ് ഇടില്ല. പിന്നെ അപ്പോഴത്തേക്കും കുറെ ഇൻഫ്ലുവൻസർമാർ കൂടി അവർ സംസാരിച്ച് വീഡിയോസ് ഇടാനൊക്കെ തുടങ്ങി. അപ്പൊ പിന്നെ എനിക്ക് സംസാരിച്ചേ പറ്റൂ. അപ്പൊ പിന്നെ ഞാൻ സംസാരിച്ചിടാൻ തുടങ്ങി. അങ്ങനെ 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 അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കണം. അതേപോലെ ഞാൻ തന്നെ ലേൺ ചെയ്ത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ലേൺ ചെയ്ത് ഇമ്പ്രൂവ് ആവാൻ നോക്കി. അതേപോലെ ഇതിനും ഞാൻ ഇമ്പ്രൂവ് ആവാൻ ഞാൻ തന്നെ ശ്രമിക്കും. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അത് ലേൺ ചെയ്ത് അങ്ങനെ ആ ഒരു ടൈമിൽ തുടങ്ങിയിട്ട് ലേൺ ചെയ്ത് ഇമ്പ്രൂവ് ആയിട്ട് ഇപ്പോഴും ആ ഒരു ഈ ഒരു തലമുറയിലെ ട്രെൻഡിന്റെ കൂടെ പിടിച്ച് നിൽക്കുന്നവര് ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ അന്ന് ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ലൈക്സ് കിട്ടിക്കൊണ്ടിരുന്നു. ഇന്നാണെങ്കിൽ ആ ലൈക്ക് ഇട്ട് കുറെ പാടുണ്ട്, കാരണം ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരും ലൈക്ക് ക്രിയേറ്റീവ് ആണ്, എല്ലാം. അതിനെങ്ങനെ കാണുന്നു? കോമ്പറ്റീഷൻ കൂടിയില്ലേ? ഒരുപാട് കോമ്പറ്റീഷൻ കൂടി. അതായത് ഓരോ ആൾക്കാരിൽ നിന്നാണ് നമ്മൾ ഇപ്പോഴും പഠിക്കേണ്ടത്. കാരണം ഞാനത് കണ്ടു പഠിച്ചിട്ട് പിടിച്ചു നിന്നില്ലെങ്കിൽ ഞാൻ ഔട്ട്ഡേറ്റഡ് ആവും. അപ്പൊ ഞാൻ ഓരോ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഇപ്പോഴും ലേൺ ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെയാണല്ലേ ഇപ്പൊ. കാരണം ഇപ്പൊ ഞാൻ വീഡിയോഗ്രാഫറിനെ പിടിക്കുകയാണെങ്കിലും എന്റെ കൂടെ നടന്നിരുന്ന പിള്ളേരുണ്ട്, അവരോട് പറഞ്ഞു എനിക്ക് നിങ്ങൾ വേണ്ട, ഞാൻ 22 വയസ്സുള്ള 23 വയസ്സ്. കാരണം അവരുടെ ക്രിയേറ്റിവിറ്റി ഡിഫറെന്റ് ആയിരിക്കും. എന്നാലും എൻ്റെ വീഡിയോക്ക് രസം ഉണ്ടാവുള്ളൂ, എനിക്ക് ക്ലയന്റിനെ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ, എൻ്റെ ഓഡിയൻസ് അത് പുതിയതായിട്ട് കാണുള്ളൂ. അല്ലെങ്കിൽ എന്നെ കണ്ടാൽ എന്നെ ബോറടിക്കുമായിരിക്കും. അപ്പൊ റീച്ച് പറയും. അഭി ഇങ്ങനെ എഴുതാൻ തുടങ്ങിയത് എങ്ങനെയാണ്? ഈ കോണ്ടന്റ് ഇങ്ങനെ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അത് സത്യം പറഞ്ഞാൽ തള്ളൊന്നുമല്ല. +2 തൊട്ട് ഇങ്ങനെ ജസ്റ്റ് ചെറിയ ഡ്രാമയൊക്കെ വരുമ്പോൾ ഞാൻ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പം അത് കുഞ്ഞു പരിപാടി. അപ്പൊ ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല ഇങ്ങനെ റീൽസ് വരുമ്പോൾ സ്ക്രിപ്റ്റ് എഴുതേണ്ടി വരുമെന്ന്. പിന്നെ ചെയ്തു തുടങ്ങി. അതിന്റെ സീരിയസ് ആയിട്ട് എടുത്തപ്പം എഴുതിയിട്ടില്ലെങ്കിൽ മറന്നു ഒന്നാമത്തെ കാര്യം. അപ്പൊ എഴുതാൻ തുടങ്ങി. അപ്പൊ എഴുതിയിട്ടത് മറന്നു പോയിരിക്കാൻ വേണ്ടി നമ്മൾ എഴുതിയിട്ട് അത് ചെയ്യാൻ നേരം അത് അങ്ങനെ ചെയ്യാതെ അതിന് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. സമയം കിട്ടുമല്ലോ നമുക്ക് അങ്ങനെ. അപ്പൊ അതിനെ കുറച്ചും കൂടെ ചെറിയൊരു കാര്യം എങ്ങനെ ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്യാമെന്ന് നോക്കി. അങ്ങനെയാണ് എഴുതി തുടങ്ങി. അങ്ങനെ സെറ്റായി. ഒരു നല്ല ഷോട്ട് കിട്ടാൻ, റീൽ ചെയ്യുന്നതിന് ഒരു നല്ല ഷോട്ട് കിട്ടാൻ ഏത് എക്സ്ട്രീം വരെ പോയിട്ടുണ്ട്? മറ്റേ ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് കമന്ന് നടക്കുക, അല്ലെങ്കിൽ ഇവിടെ ആംഗിൾ വെക്കുക, അങ്ങനെ ബുദ്ധിമുട്ടിയത് എക്സ്ട്രീം പോയിട്ട് ഒരു നല്ല ഷോട്ടിന് വേണ്ടി? അത് മറ്റേ നമ്മുടെ അച്ഛനെ കിണറ്റിനെ നിർത്തിയിട്ട് സിഗരറ്റ് വലിപ്പിക്കുന്ന സീൻ ഉണ്ടായിരുന്നു. അതൊക്കെ വൈറലായിരുന്നു. 7 മില്യൺ 8 മില്യൺ ഒക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് അതായിരുന്നു ഏറ്റവും കൂടുതൽ പാടെടുത്തത്. അത് അച്ഛൻ കിണറ്റി ഇറങ്ങിക്കുമ്പോൾ ക്യാമറ എന്ന് പറയുമ്പോൾ ആക്ഷൻ പറയുമ്പോഴേ അച്ഛൻ വലിക്കാവുള്ളൂ. അച്ഛനപ്പം 2 സിഗരറ്റ് കൊടുത്തിട്ടുണ്ട്, ഈ കയ്യിൽ. അപ്പൊ 2 സിഗരറ്റും വലിച്ചിട്ട് പുക ഉള്ളി വെച്ചേക്കും അച്ഛൻ. അപ്പം അമ്മ ഇങ്ങനെ വന്ന് അമ്മയുടെ ക്ലോസ് കഴിയുമ്പോഴായിരിക്കും അച്ഛൻ്റെ വരുന്നത്. അപ്പൊ അതുവരെ അച്ഛൻ ഇങ്ങനെ സിഗരറ്റ് പിടിച്ചിരിക്കും. അപ്പം ഞാൻ ഇത് അമ്മ പോയി കഴിയുമ്പോഴേ അച്ഛൻ ഊതും. അത് അച്ഛനെ കൊണ്ട് 2-3 സിഗരറ്റൊക്കെ വലിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഭയങ്കര ഇതായിട്ട്. അപ്പൊ അത്രയും സപ്പോർട്ടാണ് എനിക്ക്. അച്ഛൻ കിണറ്റിനകത്തല്ല വേണം എവിടെ പോയിന്ന് ഞാൻ പറയുന്നതുകൊണ്ട് അഭിനയിച്ചു തരും. ഫുൾ കോണ്ടന്റ് ക്രിയേഷൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ്. അതെ അതെ. അപ്പൊ അവര് ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു വീഡിയോ എടുത്താൽ മതി. എല്ലാ ദിവസവും ഞാൻ വീഡിയോ എടുക്കും. മാക്സിമം ഒരു 12 മണിക്ക് തുടങ്ങിയാൽ 2 മണിയാകുമ്പോൾ തീരും. അത്രേ ഉള്ളൂ അവരുടെ ജോലി. അപ്പം ഫ്ലെക്സിബിൾ ആണ് അവര്. ഓക്കെ, ഇപ്പം കടയിലുണ്ടെങ്കിൽ തന്നെ കടയിൽ ആൾ വരുമ്പം അപ്പൂപ്പനെ നിർത്തിയിട്ട് അച്ഛൻ വന്നിരിക്കും. അങ്ങനെ കുഴപ്പമില്ല. അപ്പൊ അവര് ഹാപ്പിയാണ് ഭയങ്കര ഇത് ചെയ്യുന്നതുകൊണ്ട്. വീട്ടിൽ പിന്നെ അറിയാത്ത ഒത്തിരി പേര് നമ്മളെ കാണാൻ വരുന്നുണ്ട് ഇത് കാരണം. അപ്പൊ അതൊക്കെ കൊണ്ട് അവർക്കൊരു പുതിയൊരു ഇതാ. അമ്മയ്ക്കൊരു വലിയ ഫാൻ ബേസ് ഉണ്ട്, പിന്നെ ഭയങ്കര ഫാൻ ബേസ് ഉണ്ട്. എന്തുവാ അതെ. അപ്പൊ അമ്മ എന്താണ് പറഞ്ഞത് സിനിമയിൽ? അമ്മ ഇതിനു മുന്നേ ഒരു ഫിലിമില് ഇതിലുണ്ട്, ഫാമിലി ആയിട്ടാണ് ഇതിൽ? അല്ല ഫാമിലി അല്ല. അല്ല, ഫാമിലി ആയിട്ടാണ് പടത്തിൽ അപ്പൊ റാഫി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു നല്ല ഷോട്ട് കിട്ടാൻ, അല്ലെങ്കിൽ ഒരു നല്ല ഇത് കിട്ടാൻ എക്സ്ട്രീം പോയ ഇതുപോലെ ആരെങ്കിലും കിണറ്റിൽ ഇറക്കിയോ? ഇല്ല, നമ്മളെന്ത് അന്ന് 6S ആയിരുന്നു ഫോൺ. എത്ര വർഷം 2018 കണ്ടേ അത്. അപ്പൊ ഈ ഐഫോണിന് പ്രത്യേകത ഉണ്ട്, ഈ കരിയിലയുടെ സൗണ്ട് ഒക്കെ പിടിച്ചെടുക്കും. മൈക്കൊന്നും ആവശ്യമൊന്നുമില്ല. ഇപ്പോഴല്ലേ ഈ മൈക്കൊക്കെ വന്നതാണ്, മൈക്കൊന്നും ഇല്ല. അപ്പം 6S അതിൻ്റെ ഇരുന്നത്. അപ്പം അതിൽ ഇങ്ങനെ നമ്മളങ്ങ് പറയുമ്പോൾ അങ്ങ് എടുക്കുക. നമുക്ക് ക്ലോസ് എന്താണെന്ന് അറിയില്ല, വൈഡ് എന്താണെന്ന് അറിയില്ല, നമുക്കൊന്നും അറിയില്ല. നമ്മൾ എന്ന് വെച്ചാൽ അപ്പം നാട്ടിൽ നടക്കുന്നൊരു കാര്യം, കൂട്ടുകാരടയ്ക്കുന്ന ഒരു കണ്ടന്റ്, അത് നമ്മൾ കൂട്ടുകാരുടെ സഹായത്തോടുകൂടി നമുക്ക് എന്താണോ തോന്നുന്നത് അതങ്ങ് പറയാം. അതായത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഷോട്ടുകൾ നന്നാക്കണമെന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊന്നും ചെയ്ത് മതി. അവരെങ്ങനെയോ അത് ഒരു വട്ടം പറഞ്ഞു, അത് ഓക്കെ. രണ്ടാമതൊന്നും പറഞ്ഞ അവന്മാര് പറയത്തൊന്നുമില്ല. നിങ്ങളുടെ ഫാൻസില് ഏറ്റവും
വേർഡായിട്ട് കിട്ടിയൊരു DM ഫാൻസിന്റെ ഇടയിൽ നിന്ന് കുറച്ച് വിയാർഡായിട്ട് തോന്നിയ ഭയങ്കര അങ്ങനെ നിങ്ങൾക്കൊരു ഫാൻസ് ബുദ്ധിമുട്ടായി? നമുക്ക് പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ ഇഷ്ടപ്പെടുന്നവർ നമ്മൾ അതന്നെ നമ്മളാരും ഒന്നുമല്ല. നമ്മൾ ഒരു കണ്ടന്റ് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു സിനിമ ഇപ്പൊ കുറച്ച് ചെറിയ ചെറിയ സിനിമകൾ അഭിനയിച്ചു അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെസ്സേജുകളൊന്നും നമുക്ക് ഒന്നായിട്ട് തോന്നില്ല. തോന്നുന്നു നമ്മളൊരു സാധാരണ അപ്പൊ അങ്ങനെ ആ വിയാർഡായിട്ട് തോന്നില്ല, കാരണം നമ്മള് വലിയ ആളായിട്ട് ചിന്തിക്കുമ്പോ അത് വീട് നമ്മളൊന്നുമല്ല, അവരെ പോലെ ആള് സിമ്പിൾ ആണ്, ഹമ്പിൾ ആണ്. അതെ, ഒന്നും ചിന്തിക്കേണ്ടതായി. ശരി എന്നാ അത്ര കേട്ടല്ലോ. ഓക്കെ, നാളെ വേറെ വേറെ വീട്ടിൽ വിളിച്ചായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ആ, ഇപ്പം ജസ്റ്റ് ഇപ്പം എന്തെങ്കിലും ഞാൻ അമ്മ അനിയുടെ ഫോട്ടോ കിട്ടാ ചിലര് എനിക്ക് ഒന്ന് പ്രായമായവര് അല്ലെങ്കിൽ കുറെ അങ്ങനെയുള്ളവരായിരിക്കും പച്ചത്തെറിയൊക്കെ പറയും ചിലര്. അപ്പൊ ഞാൻ തിരിച്ച് അതുപോലെ തന്നെ പറഞ്ഞിട്ട് റെസ്പെക്ട് ചെയ്ത് വെക്കും, പിന്നെ നോക്കത്തില്ല. അല്ലെ പിന്നെ അതിനകത്ത് ഡിലീറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാ, എന്നിട്ട് അനങ്ങായിരിക്കുക. അല്ലെ അവർ പറയുന്നത് കേട്ടോണ്ടിരിക്കുക. ശരി എന്നാ അവർ പറഞ്ഞിട്ട് പോകും. അപ്പൊ നിങ്ങൾ ഹെയ്റ്റ് കമന്റ്സിനൊക്കെ ഇതുപോലെ ഡീൽ ചെയ്യുന്ന എങ്ങനെയാണ്? ഇതുപോലെ ഡിലീറ്റ് ചെയ്ത ആളാണോ? ഒന്നും ചെയ്യുന്നില്ല. എന്ത് മുള ചെയ്യണ്ടേ? ഹേറ്റ് കമന്റ് ചെയ്യുന്നത് എന്ത് ചെയ്യാനോ? ഡിലീറ്റ് ചെയ്ത് കളയാ, അല്ലെങ്കിൽ അവർ പറഞ്ഞോട്ടെ. എന്താ പറയാൻ, എന്റെ അമ്മ ഈ കമന്റ് എല്ലാം ഇരുന്ന് വായിക്കും. ഇപ്പൊ അജുക്കയും റാഫിക്കയും ആണെങ്കിൽ ഇവർ ആ മൈൻഡ് എടുക്കും, ഞാനും ആ മൈൻഡ് എടുക്കും. പക്ഷെ അമ്മ ആ മൈൻഡ് എടുക്കത്തില്ല. അപ്പൊ അമ്മയെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ താഴെ നിന്നെ ഞാൻ കൊള്ളാവോ ഇങ്ങനെയൊക്കെ വന്ന് കമന്റ് ചെയ്യും. ഈ മറ്റേ പൗഡറൊക്കെ അമ്മ പൗഡർ ഇട്ട് ഒരു ഏതോ ഒരു സിനിമ പൗഡർ ഇട്ടുണ്ട്, സാധാരണ നോർമൽ പൗഡർ. അപ്പൊ നെറ്റി ഇവിടെ പൗഡർ ഇങ്ങനെ ഒട്ടിരിപ്പുണ്ട്. ഇപ്പൊ ശൈലാവ് ഇപ്പൊ അങ്ങ് മേക്കപ്പ് ആണല്ലോ. അപ്പൊ താഴെ വന്നിട്ട് ഞാൻ കുറച്ച് മേക്കപ്പ് ഇട്ടോട്ടാ, കഷ്ടം. അമ്മ തന്നെ കമന്റ്. ഞാൻ പിന്നെ ഇപ്പൊ എന്റെ ജോലി അമ്മയുടെ ഡിലീറ്റ് ചെയ്യാന്നുള്ളതാ. അമ്മയുടെ കമന്റ് ഡിലീറ്റ് ചെയ്യും ഞാൻ. എന്നിട്ട് ഞാൻ അങ്ങനെ അമ്മ റെസ്പെക്ട് ചെയ്ത് വെക്കും. ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ അമ്മ വൺ കമന്റ് ഒക്കെ ഇടും, പോടാന്ന് വിളിച്ചാൽ തിരിച്ച് പോടിയെന്ന് കളിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ റെസ്പെക്ട് ചെയ്ത് വെക്കും അമ്മ. ഇടയ്ക്ക് ബ്ലോക്ക് ചെയ്യും. അല്ലേ സീന? നിങ്ങള് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പല പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, ഏതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഏത് ഡിലീറ്റ് ചെയ്താൽ? ഡിലീറ്റ് ഫോർ എവർ. ഡിലീറ്റ് ഫോർ എവറാ? എന്റെ ട്രെയിൻ ആപ്പ് ഭയങ്കര എറർ, അത് കളയണം. ട്രെയിൻ്റെ ആപ്പ് സോഷ്യൽ അത് വിട്ടിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആപ്പ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, മൂന്നെണ്ണല്ലേ? ഇവര് മൂന്നെണ്ണം ചോറ. അത് വേണമെങ്കിൽ സ്നാപ്ചാറ്റ് കളയാം. ഞാൻ ടിക്ടോക്ക്, കാരണം ഇവിടെ ടിക്ടോക്ക് ബാനാണല്ലോ. അങ്ങനെ ആപ്ലിക്കേഷൻ ഒന്നും കളയാൻ താല്പര്യമില്ല. എല്ലാം വെച്ചിരിക്കുന്നു. അത്യാവശ്യമായിട്ട് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ്. ഇപ്പോ നിങ്ങളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം അത് സ്റ്റോറി ഇടാൻ വേണ്ടി പോയി, പക്ഷെ അത് ഒരു ക്ലോസ് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇടാൻ വേണ്ടി വെച്ചിരുന്നതാ, അറിയാണ്ട് പബ്ലിക് ആയിപ്പോയി. അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കും. കെയർഫുൾ പീപ്പിൾ. അതല്ല, ക്ലോസ് ഫ്രണ്ട്സിനായിട്ട് അങ്ങനെ സ്റ്റോറി ഇന്ന് വരെ പച്ചിട്ട് ഇല്ല, പച്ചടി ചെയ്തിട്ടൊന്നുമില്ല. അതാ ക്ലോസ് ഫ്രണ്ട്സ് ചെയ്തിട്ടില്ല. അല്ല, ചിലർ പറയും ഈ പച്ചയിൽ ആഡ് ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമാണ്, അവരെ എഴുതുന്നതൊക്കെ നമ്മളെന്തിനാ കാണുന്നത്? ഇന്നേ അറിയില്ല. നോ പച്ച. നിങ്ങള് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആയ ഏതെങ്കിലും ഒരു ക്രിയേറ്റർ പറഞ്ഞിട്ട് നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് പാളിപ്പോയി, ക്രിയേറ്ററിന്റെ പേരൊന്നും പറയണ്ട, പാളിപ്പോയി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നല്ല ചോദ്യം. ക്രിയേറ്റർ പറഞ്ഞ പ്രോഡക്റ്റ് പാളിപ്പോയെന്ന്. പ്രൊഡക്റ്റ് മേടിച്ചിട്ടില്ല. പാളിപ്പോയതുണ്ടോ? അല്ല, മേടിച്ചിട്ടില്ല. ഞാൻ ഈ മുഖത്ത് കുരു പോകുന്നൊക്കെ മേടിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ പോയിട്ടൊന്നുമില്ല. ഓൺലൈൻ സമയത്ത് കേട്ടില്ല. അതാ ഞാനിങ്ങനെ നിങ്ങൾ ചിരിച്ചു, ഞാനും ചിരിച്ചു. പ്രൊഡക്റ്റ് ആയിട്ടൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഇവ പ്രൊഡക്റ്റ് ആരൊന്നും മേടിച്ചു, കുരുവൊക്കെ പോവാനുള്ളതേ. അങ്ങനെ കുരുവൊന്നും പോയിട്ടില്ല, പക്ഷെ കുരുവില്ല. ഭയങ്കര ഇതുപോലെ പ്രൊഡക്റ്റീവ് ആയിട്ടൊരു വീഡിയോ എടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ഷൂട്ട് ചെയ്യാം, പിന്നീട് ആലോചിക്കുന്നത് റെക്കോർഡ് ബട്ടൺ ഇത് വെച്ചില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടാണ്? പിന്നെ റെക്കോർഡ് ബട്ടൺ, അതായത് ചക്കപ്പഴം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം ചേട്ടൻ ഇങ്ങനെ ഒരു വടി കണക്കൊരു സാധനം കൊണ്ടുവന്ന് ഡോറ് കുത്തിപ്പൊളിച്ച് ഇങ്ങനെ അകത്തോട്ട് കയറണം. അകത്തോട്ട് കയറിയിട്ട് ഞാൻ ആ ജനലിൻ്റെ പുറത്ത് പോണ്ട് ക്യാമറ എല്ലാം അകത്ത് വെച്ചിരിക്കുക. ഇതൊരു 2 മിനിറ്റ് ആക്ഷൻ പറഞ്ഞ് 2 മിനിറ്റിനകത്ത് സീൻ തീരും. അടിപൊളി സീനാണ്, നല്ല എല്ലാം അടിപൊളിയായിട്ട് പറഞ്ഞ് സൗണ്ട് റെക്കോർഡ് ചെയ്ത ചേട്ടൻ ഓൺ ആക്കിയിട്ടില്ല.
പുള്ളി ഇത് ഓണാക്കാൻ പറഞ്ഞു, പുള്ളി ആക്ഷൻ പറഞ്ഞു, പുള്ളി ഇത് ഓണാക്കണ്ടേ, പുള്ളി ഇത് ഓണാക്കാതെ സീൻ പോയി. പിന്നെ അത് റീടേക്ക് എടുത്തു, പക്ഷെ അത്രയും പെർഫെക്ഷൻ ആയിട്ട് കിട്ടിയില്ല. അപ്പൊ ആ സൗണ്ട് എഞ്ചിനീയർ മരിച്ചുപോയി, പാവം. അത് ഭയങ്കര വിഷമമാണ് നമുക്ക് ഇടയ്ക്ക് വെച്ച്. ഷാലു എന്നായിരുന്ന പേര്. എനിക്ക് ആദ്യം ഫസ്റ്റ് ലേപ്പിൽ വെക്കുന്ന പുള്ളിയായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ട്. അപ്പൊ ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ അങ്ങനെ റെക്കോർഡ് ചെയ്തു. മറ്റേ കണ്ടന്റ് ചെയ്യുമ്പം ഒന്നും എടുക്കടാ വാടാ ശരിയാണെന്ന് പറഞ്ഞ് നമ്മൾ അന്നേരം എടുക്കും. അങ്ങനത്തെ അവിക്ക് അങ്ങനെ ഞാൻ ഇഷ്ടം പോലെ അതേ ഉള്ളൂ. അതേ ഉള്ളു മിക്കവാറും. ഓണാക്കാൻ മറന്നു പോകും. ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് അമ്മയെ നോക്കിയായിരിക്കും നിൽക്കുന്നത്. അപ്പം ഇത് ഞെക്കാൻ ഇങ്ങനെ മറന്നു പോകും. അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ട്രെൻഡില് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു ഡാൻസ് ആയാലും അല്ലെങ്കിൽ മറ്റേ ഇതുണ്ടല്ലോ, എങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ, നിങ്ങൾ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, ചെയ്തൂടെ? നമ്മളെന്ത് സാരി കൊടുക്കുന്നു. ഗെറ്റ് റെഡി Get ready with me. എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം അജുക്കെ പോലെ ഇങ്ങനെ ഈ ഡ്രസ് കോസ്റ്റ്യൂം ഒന്നും ഒരിക്കലും ട്രൈ ചെയ്യാൻ പറ്റില്ല. എന്റെ മൈൻഡ് അത് അറിയാം. ഞാൻ കംഫർട്ട് സോൺ അല്ല. കംഫർട്ട് സോൺ അല്ല. ഇപ്പോഴും അജുക്കെ എന്നെ ഇപ്പം അജുക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ ഒരു അജുക്കെ എന്നെക്കാട്ടിലും കുറച്ച് പ്രായം കൂടിയ ആളാ. പക്ഷെ അങ്ങനല്ല, അപ്പൊ അറിയാലോ എല്ലാവർക്കും. എന്നാ പോലും എന്നെക്കാട്ടിലും ഒരു 10 ഇതിന് പുള്ളി ബെറ്റർ ആണ്. കോസ്റ്റ്യൂം കൊണ്ടും ഡ്രസ് കൊണ്ടും സ്റ്റൈൽ കൊണ്ടും അല്ല. എനിക്കൊരിക്കലും അങ്ങനെയല്ല ഞാൻ പറയാം. അത് ഡ്രസ്സിന്റെ സംഭവം എന്ന് വെച്ചില്ലേ, ഇപ്പൊ നമ്മുടെ അത് കോൺഫിഡൻസ്. ചില ഡ്രസ്സ് നമുക്ക് ഇവനിപ്പോ എപ്പോഴും ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സ് ഇങ്ങനെ ഇടുമ്പോ നമുക്ക് വേറെ ഇടാൻ തോന്നില്ല. അതിന്റെ കൂടെ വേറെ ചില ആൾക്കാർ ഇനി എന്തെങ്കിലും പറയുമെന്നുള്ളത് തോന്നും. ചിലപ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കും വേറെ ഡ്രസ്സ് ഇട്ടാല്. അപ്പൊ ആൾക്കാർ പറയണ ചിന്തിക്കരുത്. നമുക്ക് എന്ത് ഒരു കോൺഫിഡന്റ് തോന്നുന്നു, അത് ഇട്ട് ട്രൈ ചെയ്ത് നോക്കണം. മോട്ടിവേഷൻ ഇനി പറ്റില്ല. ചീഞ്ഞ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് അനങ്ങാൻ നിൽക്കണം. അറിയാത്ത പോലെ ഇരിക്കണം. ശരിയാ. പുള്ളി ഇപ്പോഴും 10 ജനറേഷൻ മുകളിൽ ട്രെൻഡിങ് പിടിച്ചോണ്ടിരിക്കും. ഞാൻ പറഞ്ഞു കോംപ്ലിമെന്റ് ആണോ? അല്ല, കറക്റ്റ് ആയിട്ട്. ഇനി സിനിമയിലേക്ക് വരാണെങ്കിൽ ഓഡിയൻസ് എന്ത് തരത്തിലുള്ള ഒരു മൂവി ആയിരിക്കും കണിമംഗലം കോവിലകത്തിന് ഒരു ഹോസ്റ്റൽ ബേസ് സ്റ്റോറിയാണ്. അതിനകത്ത് കുറച്ച് മിസ്റ്ററി ത്രില്ലർ പരിപാടിയുണ്ട്. പിന്നെ ഒരുപാട് ഫൺ എലമെന്റ്സ് ഉണ്ട്. ഇപ്പോഴത്തെ ജനറേഷനും എല്ലാവർക്കും യൂത്തിനെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല എലമെന്റ്സ് ഡയറക്ടറിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിനകത്ത് അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. ശരിക്കും പ്രേക്ഷകർക്ക് പറയാൻ വേണ്ടിയിട്ട് ഇത് ഒരു ചെറിയൊരു സർക്കിളിൽ നിന്ന് തുടങ്ങിയ ഒരു പരിപാടിയാണ്. അതൊരു വലിയ സർക്കിളിലോട്ട് വന്നു. അപ്പോൾ അതൊരു സിനിമയായി. അതിനകത്ത് കുറേ ഇൻഫ്ലുവൻസേഴ്സ് വന്നു. അതൊരു വലിയ ലെവലിലോട്ട് മാറി, ഒരു സിനിമ എന്ന രീതിയിൽ. അപ്പോൾ അത് പ്രേക്ഷകർ ജനുവരി 16 തിയേറ്ററിൽ പോയി കാണണം. കണ്ട് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞങ്ങൾക്ക് തരണം. അതായത് നിങ്ങൾ തന്ന സപ്പോർട്ടിലൂടെയാണ് ഞങ്ങൾ ഇതുവരെയായിട്ട് ഇവിടം വരെ വന്നത്. സോ അതുകൊണ്ട് പടം കാണണം എന്ന് മാത്രമേ പറയാം. കണ്ട് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം. ബാക്കി ഇവിടെ കാസ്റ്റ് ഇനിയും ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരുടെയും കഥ പോകുന്നുണ്ട്. അതുകൊണ്ട് രസമായിരിക്കും. എല്ലാവർക്കും നല്ല കഥാപാത്രങ്ങളുണ്ട്. നമ്മൾ ഈ റീൽസിൽ കണ്ട ആൾക്കാരെല്ലാം സിനിമയിൽ വന്നപ്പോൾ അവർ പെർഫോമൻസ് വേറെ ലെവലിലോട്ട്, വേറൊരു സ്റ്റൈലിൽ അവർ പിടിച്ചിട്ടുണ്ട്. എല്ലാവരും റീൽസ് ചെയ്യുന്ന കണക്കല്ല, അവർ നല്ല രസകരമായിട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ടെന്ന് കണ്ട രീതിയിൽ എനിക്ക് തോന്നി. അപ്പോൾ അത് പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നും തോന്നുന്നു. ഏറ്റെടുക്കണം. അപ്പൊ എന്തായാലും കണിമംഗലം കോവിലകം എന്നുള്ള മാസ് പേര് പോലെ നിങ്ങളുടെ സിനിമയും വളരെ മാസ് ആവട്ടെ, സക്സസ് ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.